നമസ്കാരം. ആർലിസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോ ആയിട്ട് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? അതായത് ഗ്രൂപ്പ് എക്കാരുടെ സെമസ്റ്റർ 2-ലെ കോർ പേപ്പറായ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ സെറ്റാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനകത്തുള്ള നമ്പറിനെ പറയുന്നതാണെന്നറിയാം. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലിമെൻറ്റും ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എ ബിയുടെ സബ്സെറ്റാണെന്ന് പറയും. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ such that set x such that x belongs to a, x belongs to b അല്ലേ. ഇങ്ങനെ നമ്മൾ തന്നെ ഡിനോട്ട് ചെയ്യാം സബ്സെറ്റിനെ. ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഓർമ്മിക്കേണ്ടത്. അല്ലാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന എൻ്റെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാമല്ലോ. അടുത്ത പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇതേപോലെ തന്നെ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കുകയും എയും ബിയും ഈക്വൽ അല്ലായിരിക്കുകയും ചെയ്യും. ആ കേസിനെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാലോ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കുകയും എയും ബിയും ഈക്വൽ ആവുന്ന കേസ്. ഓക്കെ, ഏതൊരു സെറ്റ് എടുത്താലും നമ്മൾ ഏത് സെറ്റോടാണോ കമ്പയർ ചെയ്യുന്നത് ആ സെറ്റുമായിട്ട് സെയിം വരികയാണെങ്കിൽ അത് ഇംപ്രോപ്പർ സബ്സെറ്റ്. അതായത് ഒരു സെറ്റ് എപ്പോഴും അതിൻ്റെ ഇംപ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. കാരണം എപ്പോഴും ആ സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കത്തില്ലേ. ഓക്കെ, അപ്പം ഒരു സെറ്റ് അതിൻ്റെ സെയിം എലമെൻറ്റ് മറ്റേ സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. ഈ കണ്ടീഷൻസ് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഓർമ്മിക്കേണ്ടത്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിന് എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റ് ഉണ്ടോ അതിനെ നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ സെറ്റിൽ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന ഒരു സബ്സെറ്റിനെയാണ്. ഈ സബ്സെറ്റ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. എക്സ് സബ്സെറ്റ് ഓഫ് എ. കണ്ടോ, ഈ രീതിയിലാണ് പവർ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. പവർ സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? 2n. അതിൽ n എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എത്ര നമ്പർ എന്നുള്ളതാണ് n എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈക്വൽ സെറ്റ്, രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് പറയണമെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും ബി എയുടെ സബ്സെറ്റ് ആയിരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈക്വൽ സെറ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഇവിടെ ഓർത്ത് വെച്ചേക്കണം. രണ്ട് പവർ സെറ്റ് സബ്സെറ്റുകളാണെങ്കിൽ പി ഓഫ് എ സബ്സെറ്റ് ഓഫ് പി ഓഫ് ബി, പവർ സെറ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് പവർ സെറ്റ് ഓഫ് ബി എന്നുള്ള ഫോമിൽ വന്നാൽ വിച്ച് ഇംപ്ലൈസ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. ഇതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇംപ്ലൈസ് അല്ല, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ മാത്രമേ പവർ സെറ്റും ഇങ്ങനെ സബ്സെറ്റ് വെച്ച് വരത്തുള്ളൂ. ഓക്കെ, ഇത് കുട്ടികൾ മറന്നു പോകരുത്. ഇനി പിന്നെ പഠിച്ചത് നമ്മൾ എന്തായിരുന്നു? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി, രണ്ട് സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ്. എ ക്രോസ് ബി is equal to ordered pair x, y. ആദ്യത്തെ എലമെന്റ് ഇവിടെ എ ആയതുകൊണ്ട് എയിലായിരിക്കും, രണ്ടാമത്തെ എലമെന്റ് രണ്ടാമത് നടക്കുന്ന ആൾ ബി ആയതുകൊണ്ട് ബിയിലായിരിക്കും. ഈ തരത്തിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ കാർഡിനാലിറ്റി എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞത്? കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എ ഇൻറ്റു കാർഡിനാലിറ്റി ഓഫ് ബി. അതിന്റെ പ്രോബ്ലംസും നമ്മൾ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ പഠിച്ചത്. ഇനി ഈ പഠിച്ച കാർട്ടീഷ്യൻ പ്രോഡക്റ്റും സബ്സെറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് 1-2 പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സോൾവ് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ബി എ സെറ്റ് ഷോ ദാറ്റ് 5 cross a is equal to a cross 5 is equal to 5. എ എന്ന് പറയുന്നത് ഒരു സെറ്റാണെന്ന് പറയുന്നത്. എന്ത് തരം സെറ്റാണെന്ന് പറയുന്നില്ല, എം ഡി സെറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ഷോ ദാറ്റ് 5 cross a is equal to a cross 5 which is equal to 5 എന്ന് പ്രൂവ് ചെയ്യണം. 5 cross a ഫൈൻഡ് ചെയ്താലും എം ഡി സെറ്റ് ആണ്. എ ക്രോസ് 5 ഫൈൻഡ് ചെയ്യുമ്പോൾ എം ഡി സെറ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ്. ഓക്കെ, തുടങ്ങാം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? 5 cross a equal to 5 എന്ന് പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് എ ഈസ് എ സെറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള 5 cross a ഞാൻ എടുത്തേരി. 5 cross a is equal to 5 എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് we have to prove that 5 cross a is equal to 5. ഡെഫിനിഷൻ അനുസരിച്ച് എ ക്രോസ് ബി, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് പറയുന്നത് എന്തുവാണ്? എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ എലമെന്റ് എങ്ങനെയായിരിക്കും? ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. ഇതല്ലേ നമ്മുടെ ഫോമുല. അപ്പം ഞാൻ 5 cross എക്കകത്തുള്ള ഒരു എലമെന്റ് ഇതുപോലെ ബൈ ഡെഫിനിഷൻ ചൂസ് ചെയ്യണം. ബൈ ഡെഫിനിഷൻ 5 cross a എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ്സ് എങ്ങനെയായിരിക്കും ഞാൻ പറയണേ. ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്നുള്ള ഫോമിലായിരിക്കും. ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ്. സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് 5ലെ എലമെന്റും വൈ എന്ന് പറയുന്നത് എയുടെ എലമെന്റും. ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എഴുതുക. തെറ്റുണ്ടാവും നിങ്ങളെ. ഓക്കെ, ഇനി 5 എന്ന് പറഞ്ഞാൽ എന്താവും നിങ്ങളെ? 5 എന്ന് പറഞ്ഞാൽ എം ടി സെറ്റ് ആണ്. എം ടി സെറ്റിനകത്ത് എലമെന്റ് ഉണ്ടോ? എലമെന്റ് ഇല്ല. പിന്നെ എങ്ങനെ എക്സ് 5ലെ എലമെന്റ് ആവും? എക്സ് 5ലെ എലമെന്റ് ആവില്ല. അതാണ് എൻ്റെ ആവശ്യം. ഹിയർ 5 എന്ന് പറയുന്നത് നമുക്കറിയാം, വി നോ ദാറ്റ് 5 ഈസ് എം ടി സെറ്റ്. 5 എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ്. എം ടി സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ എൻ്റെ അർത്ഥം? 5നകത്ത് എലമെന്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി.
അപ്പം എക്സ് ഒരിക്കലും വിച്ച് ഇംപ്ലൈസ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു 5. 5 ഒരു എം ടി സെറ്റ് ആണെങ്കിൽ അതിനകത്ത് എലമെന്റ് വരുമോ? ഇല്ല. പിന്നെ നമ്മൾ എക്സ് ബിലോങ്സ് ടു 5 എന്ന് എഴുതിയ തെറ്റല്ലേ? അതാണ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു 5. അപ്പം നമുക്ക് എക്സ് 5 എലമെന്റ് അല്ലെങ്കിൽ പിന്നെ ഈ ഓർഡേഡ് പെയർ എക്സ് കോമ വൈ എഴുതാൻ പറ്റുമോ? പറ്റില്ല. അതാ ഇവിടെ പറയണേ. ഹെൻസ് ordered pair x, y cannot be formed. നമുക്ക് എഴുതാൻ പറ്റില്ല. cannot be formed. Therefore ക്രോസ് പ്രോഡക്റ്റ് പിന്നെ ചെയ്യാൻ പറ്റുമോ? 5 ക്രോസ് എ ഫൈൻഡ് ചെയ്താലും 5 ക്രോസ് എ കണ്ടുപിടിക്കുക ഓർഡേഡ് പെയർ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 5 ക്രോസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അതിൻ്റെ അർത്ഥം? ഒരു എലമെന്റ് പോലും എഴുതാൻ പറ്റില്ല ഈ ഒരു കേസിൽ. അപ്പം 5 ക്രോസ് എ ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി എ ക്രോസ് 5 ഈസ് ഈക്വൽ ടു 5 എഴുതണം. അത് നമ്മൾ പ്രൂവ് ചെയ്ത് വെറുതെ സമയം കളയണ്ട. നമ്മൾ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. കാരണം നിങ്ങൾ നോക്കിക്കേ, നമ്മളിവിടെ ഇപ്പം സപ്പോസ് എ ക്രോസ് 5 എടുക്കണമെന്ന് വെച്ചോ. ഈ ഡെഫിനേഷൻ അനുസരിച്ച് എ ക്രോസ് 5 എലമെന്റ് എങ്ങനെയായിരിക്കും? സെറ്റ് ordered pair x, y such that x belongs to a, y belongs to 5. x belongs to a എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്, അതിനകത്ത് എലമെന്റ് വരും. പക്ഷെ വൈക്കകത്ത് എലമെന്റ് വരും? വൈ എന്ന് പറയുന്ന 5കകത്ത് എലമെന്റ് ആയിട്ട് വരുമോ? ഇല്ല. 5 ഒരു എം ടി സെറ്റ് ആണ്. എം ടി സെറ്റിനകത്ത് ഒരിക്കലും എലമെന്റ് ഇല്ല. അതുകൊണ്ട് വൈ ഒരിക്കലും 5കകത്ത് വരത്തില്ല. ഓർഡേഡ് പെയർ എക്സ് വൈ ഫോം ചെയ്യാൻ പറ്റില്ല. therefore എ ക്രോസ് 5 എന്ന് പറയുന്നത് ഇതുപോലെ എം ടി സെറ്റ് ആയിരിക്കും. അപ്പൊ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. പ്രൂവ് ചെയ്ത് സമയം കളയണ്ട. Similarly, a cross 5 is equal to 5. ഇങ്ങനെ എഴുതി നിർത്തിയാൽ മതി. Therefore, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? Therefore, 5 cross a is equal to a cross 5 is equal to 5. ഇത് ഇനി പ്രത്യേകം പ്രൂവ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയുമെന്നൊന്നും ഡൗട്ട് അടിക്കേണ്ട. മാർക്ക് കുറയത്തില്ല. ഇനി ഫുൾ മാർക്ക് കിട്ടും. കാരണം ഞാൻ എ ക്രോസ് 5 എന്താന്ന് ആ ഓർഡേഡ് പെയർ എഴുതി വെച്ചു. ബാക്കി ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതിയില്ല എന്നേ ഉള്ളൂ. സിമിലർലി എന്ന് എഴുതി. അതേപോലെ തന്നെ ഈ പറഞ്ഞ കണ്ടീഷൻ പോലെ തന്നെ എ ക്രോസ് 5 എന്ന് പറയുന്നത് 5 ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ്. ഇതിങ്ങനെ പ്രൂവ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞു, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൽ എച്ച് എസും ആർ എച്ച് എസും പ്രത്യേകം എടുത്ത് ആദ്യം എൽ എച്ച് എസ് പാർട്ടിനെ അസ്യൂം ചെയ്തിട്ട് ആർ എച്ച് എസ് പാർട്ട് പ്രൂവ് ചെയ്യും. പിന്നെ കോൺവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ആർ എച്ച് എസ് പാർട്ട് അസ്യൂം ചെയ്തിട്ട് എൽ എച്ച് എസ് പാർട്ട് പ്രൂവ് ചെയ്യും. അതൊന്നും അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ള കണ്ടീഷൻ ആ കണ്ടീഷൻ നമ്മൾ എടുത്തെഴുതും. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് എന്ത് പ്രൂവ് ചെയ്യണോ ആ പ്രൂഫിലേക്ക് പയ്യെ എത്തും. ഇത് രണ്ട് തരത്തിൽ തിയറം പ്രൂവ് ചെയ്യുന്ന രീതിയാണ്. തിയറം അല്ല, ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളിങ്ങനെ കുറേ രീതിയിലാണ് ആ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുക. ഒന്നുകിൽ ആദ്യം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണെങ്കിൽ നമ്മൾ ആ രീതി പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ നിങ്ങൾ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് that if a, b are sets, then p of a cross b is equal to p of a cross p of b. അത് പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാം. എയും ബിയും സെറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. എ ക്രോസ് ബി എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ചിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പവർ സെറ്റ് ചെയ്യണം. ആ പവർ സെറ്റിന് കിട്ടുന്ന ആൻസറും എയുടെയും ബിയുടെയും പവർ സെറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നതും സെയിം ആൻസർ ആണെന്ന് പറയണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറഞ്ഞിട്ട് 2 എലമെൻ്റുള്ള ഒരു സെറ്റ് എടുത്തിട്ട് പറയാം. പക്ഷെ അത് കുറച്ച് ലെങ്തിയാണ് പറയാനായിട്ട്. അപ്പം ഇത് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എയും ബിയും സെറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എടുക്കുകയാണ് എയും ബിയും എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ്. അങ്ങനെ നമ്മളിവിടെ പ്രൂഫ് ചെയ്യുന്നത്. ഇതാ ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം. ലെറ്റ് A and B are empty set. A and B are empty set എന്ന് ഞാൻ അസ്യൂം ചെയ്യണം. അതായത് A ഈക്വൽ ടു B ഈക്വൽ ടു empty set എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? 5 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. A ക്രോസ് B ചെയ്ത് നോക്കിയോ കുഞ്ഞുങ്ങളെ. എ ക്രോസ് ബി ഫൈൻഡ് ചെയ്യണം. കാരണം എ ക്രോസ് ബി ഫൈൻഡ് ചെയ്താലല്ലേ എൻ്റെ പവർ സെറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പം എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുന്നത്? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പവർ സെറ്റ്. ഇതിൻ്റെ സബ്സെറ്റ് എന്തൊക്കെയാണ്? 5നകത്ത് എം ടി സെറ്റിനകത്ത് എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും എനിക്ക് എന്തേ പറ്റത്തുള്ളൂ? ഒരു എലമെൻറ്റ് പോലും ഇല്ല. കാരണം എക്കകത്തും എലമെൻ്റ് ഇല്ല, ബിക്കകത്തും എലമെൻ്റ് ഇല്ല. എലമെൻ്റ് ഉണ്ടെങ്കിലല്ലേ എ എന്നും ബി എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഇങ്ങനെ 1 എന്നെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലേ എനിക്ക് എ ക്രോസ് ബി എന്ന് പറഞ്ഞ് ഫൈൻഡ് ചെയ്യുമ്പോഴേക്കും ഓർഡേഡ് പെയർ 1, 1, 1, 2, 1 എന്ന് എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു എലമെന്റ് പോലും ഇല്ല. ഇപ്പോൾ ഇവിടെയും എലമെന്റ് ഇല്ല, ഇതിലും എലമെന്റ് ഇല്ലാണെങ്കിൽ എ ക്രോസ് ബി എനിക്ക് എഴുതാൻ പറ്റൂ. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത് പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബിക്കകത്ത് എലമെൻ്റ് ഒന്നും ഇല്ല. പക്ഷേ ഏതൊരു സെറ്റിൻ്റെ പവർ സെറ്റ് എഴുതുമ്പോഴും നമ്മൾ പറഞ്ഞു എന്തുവാണ്, ആ സെറ്റിന്
നൾ സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് എലമെൻ്റ് ഒന്നും ഇല്ലെങ്കിലും നൾ സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് അതിൻ്റെ ഒരേ ഒരു സബ്സെറ്റാണ്. അപ്പോൾ അതാണ് പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത്. ഞാൻ ഇയാളെ അങ്ങ് മാറ്റി നിർത്തി. ഇതിപ്പോൾ LHS പാർട്ട്. ഇതേപോലെ നമുക്ക് RHS പാർട്ടും ഒന്ന് കണ്ടുപിടിക്കാമോ? RHS പാർട്ട് എന്ന് പറയുമ്പോൾ പി ഓഫ് എ ക്രോസ് പി ഓഫ് ബി. അപ്പോൾ എൻ്റെ സിൻസ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു 5 എന്നുണ്ട്. ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി ഓഫ് എ ഫൈൻഡ് ചെയ്യാണ്. എ ഈസ് ഈക്വൽ ടു എന്താ നിങ്ങൾ? നൾ സെറ്റ് ആണ്. അപ്പം നൾ സെറ്റ് എം ടി സെറ്റ്. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുമ്പോഴേക്കും ഏത് എം ടി സെറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ പവർ സെറ്റ് എഴുതുമ്പം അതിൻ്റെ ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. സോ 5 എന്ന് പറയുന്ന ഒരു എലമെന്റ് എനിക്ക് കിട്ടുന്നു. അതുപോലെ ബി എന്ന് പറയുന്നതും എം ടി സെറ്റ് ആണ്. സോ പി ഓഫ് ബി എഴുതുമ്പോഴേക്കും എന്താ കിട്ടുന്നത്? പവർ സെറ്റ് സബ്സെറ്റ് ഓഫ് എം ടി സെറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ ഒരു എം ടി സെറ്റെങ്കിലും അതിനകത്ത് കാണും, 5 എങ്കിലും കാണും. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്കകത്തൊരു എലമെന്റ് ഉണ്ട് 5, പി ഓഫ് ബിക്കകത്തൊരു എലമെന്റ് ഉണ്ട് 5. സോ പി ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോഴേക്കും എന്താ? ഈ രണ്ട് പേരുടെയും പവർ സെറ്റ് വേണ്ട, എ ക്രോസ് പി ഓഫ് എ ക്രോസ് ബി അല്ല, ഇതിൻ്റെ മിസ്റ്റേക്കാണ്. പി ഓഫ് എ ക്രോസ് പി ഓഫ് ബി എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ നമുക്ക് ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം? എക്കകത്ത് ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ 5, അത് ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് എഴുതി ഓർഡേഡ് പെയറിൽ. ബിക്കകത്ത് ആകെ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ 5, അതിന് രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ട് എഴുതി ഓർഡേഡ് പെയർ. കണ്ടോ? അപ്പോൾ പി ഓഫ് എ ക്രോസ് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 5,5 എന്നൊരു ഓർഡേഡ് പെയറാണ് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് രണ്ടും ഈക്വൽ എന്നാണ്. പക്ഷെ നമുക്ക് രണ്ടും ഈക്വൽ എന്ന് കിട്ടിയില്ല. നമ്മുടെ ഈ എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്തപ്പം പി ഓഫ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ക്രോസ് പി ഓഫ് ബി എന്ന് കിട്ടി. ഓക്കെ, ഇതിപ്പോൾ പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യാം. നമുക്കിപ്പം നോട്ട് ഈക്വൽ ടു എന്നൊക്കെയുള്ള രീതിയിൽ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അത് തെറ്റാന്ന് കാണിച്ചാൽ മതി. നമുക്കിപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് തന്നിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രയാസം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് എന്തുവാണ് ഐഡൻറ്റിക്കലായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന റിസൾട്ടുകൾ കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ ഫോർമുലാസ് കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് നമുക്ക് എന്താണോ പ്രൂവ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു സാധനം പ്രൂവ് ചെയ്തെടുക്കാം. പക്ഷേ ഒരു സാധനം ഡിസപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറ്റാന്ന് പറയാനായിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. ഒരെണ്ണം മിസ്റ്റേക്ക് ആയതുകൊണ്ട് ബാക്കിയെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിൽ വെച്ചേക്കുന്നത്. ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം പ്രൂവ് ചെയ്യാനുള്ള പല മെത്തേഡ് നിന്നാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കില്ലേ എന്നുള്ളതല്ല. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു ഇഫ് ആൻഡ് ഒൺലി ഇഫ് എന്ന് വന്നാൽ രണ്ട് സൈഡ് ആദ്യം ഒരു പാർട്ട് അസ്യൂം ചെയ്യണം, മറ്റേ പാർട്ടിനെ സോൾവ് ചെയ്യണം. അടുത്ത കോൺവേഴ്സ് നേരിട്ട് രണ്ടാമത്തെ പാർട്ട് അസ്യൂം ചെയ്യണം, ആദ്യത്തെ പാർട്ടിനെ സോൾവ് ചെയ്യണം. ഓക്കെ, അതേപോലെ വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കണമെങ്കിൽ എന്തൊക്കെയാണോ ഗിവൻ കണ്ടീഷൻ അത് എടുത്ത് തരണം. ആ ഗിവൻ കണ്ടീഷനെ സപ്പോർട്ട് ചെയ്ത് എന്താണോ പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ള അതിലേക്ക് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി വരണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് തെറ്റായിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ അവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇനി നോക്കിക്കേ. പക്ഷേ ഇതിപ്പോൾ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ ഒരെണ്ണത്തിൽ എനിക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ 1, 2 ഇൻഡക്ഷൻ മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഓരോന്നായിട്ട് ഒരെണ്ണത്തിന് കറക്റ്റാണ്, രണ്ടെണ്ണത്തിന് കറക്റ്റാണ്, മൂന്നെണ്ണത്തിന് കറക്റ്റാണ്, അങ്ങനെയാണെങ്കിൽ എണ്ണെണ്ണത്തിന് കറക്റ്റാണ്. ഇങ്ങനെ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാനുള്ള പല മെത്തേഡ് നമ്മൾ പോലും അറിയാതെ നമ്മൾ അവർ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളിനി ഈ ചാപ്റ്ററിൽ അടുത്ത ചാപ്റ്ററിലൊക്കെ നമ്മളിനി പ്രാക്ടീസ് ചെയ്യാൻ പോകണം. അപ്പോൾ അതാണ് ഞാൻ ഇത് ആദ്യമേ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതേപോലെ ഒരു പ്രോപ്പർട്ടി അടുത്ത് വീണ്ടും പറയുന്നത് ലാസ്റ്റ് തിയറം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ദാറ്റ് ഇഫ് എ ബി സി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് ആൻഡ് എ ക്രോസ് ബി ഈക്വൽ ടു എ ക്രോസ് സി ദെൻ ബി ഈക്വൽ ടു സി. വായിച്ചപ്പോൾ പെട്ടെന്ന് തീർന്നല്ലേ? ഇത് ശ്രദ്ധിച്ച് വായിച്ചേ. പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്പ്രൂവാണ് ചെയ്തത്. പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നോട്ട് ഈക്വൽ ടു എന്നാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് പ്രൂവ് ചെയ്തു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് തന്നേക്കുന്നത്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് അവരെന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. എയും ബിയും സിയും നോൺ എംപ്റ്റി സെറ്റാണ് തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പറഞ്ഞ എന്താ? എയും ബിയും സെറ്റ് എന്നേ പറഞ്ഞോളൂ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് എയും ബിയും ഈക്വൽ ടു എംപ്റ്റി സെറ്റ് 5 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുക. ഇവിടെ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇറ്റ്സ് എ നോൺ എംപ്റ്റി സെറ്റ്. ഹിയർ എ ബി സി ആർ നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ക്രോസ് സി. തന്നിട്ടുള്ള സാധനം എന്തൊക്കെയാണ്? ഗിവൺ എ ബി സി ആർ നോൺ എംപ്റ്റി സെറ്റ്. നോൺ എംപ്റ്റി സെറ്റാണ് തന്നിട്ടുണ്ട്. ആൻഡ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ക്രോസ് സി. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഈ തന്നിട്ടുള്ള കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ബി ഈക്വൽ ടു സി എന്ന് പറയുന്ന ഈ കണ്ടീഷനാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ,
ഈ ബിയും സിയും ഒക്കെ എന്താ കുഞ്ഞുങ്ങളെ? ബിയും സിയും സെറ്റ് ആണ്, മറന്നുപോയത്. ബിയും സിയും സെറ്റ് ആണ്. രണ്ട് സെറ്റുകൾ ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഈക്വൽ സെറ്റ്. ഡെഫിനിഷൻ മറിച്ച് നോക്കാം. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈക്വൽ സെറ്റ്. നമ്മൾ പഠിച്ച സാധനമാണ് ഈക്വൽ സെറ്റ്. കണ്ടോ എന്തുവാ ഈക്വൽ സെറ്റ്? ആ എയും ബിയും ഈക്വൽ ആവണമെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം, ബി എയുടെ സബ്സെറ്റ് ആയിരിക്കണം, ദെൻ എ ഈക്വൽ ടു ബി. ഇത് കാണാതെ പഠിച്ച് വെച്ചിട്ടില്ല മിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ ശീലിച്ചോളും. നോക്കിയേ, അപ്പം നമുക്ക് രണ്ട് സെറ്റ്, ഇപ്പൊ ബി ഈക്വൽ ടു സി എന്ന് പറയണമെങ്കിൽ ഈ തിയറത്തിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആണ്, അതുപോലെ സി എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഈക്വൽ ടു സി എന്ന് പ്രൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻസറിന്റെ തൊട്ട് മുന്നേ വരുന്ന സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലൈൻ ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ബി സബ്സെറ്റ് ഓഫ് സി എന്നും സി സബ്സെറ്റ് ഓഫ് ബി എന്നും പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സബ്സെറ്റിന്റെ ബി സബ്സെറ്റ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി, നമ്മുടെ ഫോമുല അതല്ലേ, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോമുല എന്താവും നിങ്ങളെ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് എക്സ് എന്ന്, എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എക്സ് എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ ആ എലമെന്റ് എയിലെ എലമെന്റും ആയിരിക്കണം, ആ എലമെന്റ് ബിയിലെ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ബി സബ്സെറ്റ് ഓഫ് സി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ഇവിടെ എടുക്കേണ്ടത്? എക്സ് എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ എക്സ് ബിയിലെ എലമെന്റ് ആയിരിക്കണം, എക്സ് സിയിലെ എലമെന്റ് ആണെങ്കിൽ നമുക്ക് ബി സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഈ പ്രൂഫിൽ നിന്ന് തിരിച്ച് ചിന്തിക്കുകയാണ് നമുക്ക് എന്തൊക്കെ ഡെഫിനിഷൻ വേണമെന്ന്. ബി ഈക്വൽ ടു സി, ബിയും സിയും സെറ്റ് ആണ്, അപ്പൊ എനിക്ക് ഈ ഫോമുല അറിയാം. അത് വെച്ചിട്ട് അവിടെ സബ്സെറ്റ് നിങ്ങളുടെ സബ്സെറ്റിന് ഇതുപോലെ സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു ഫോമുല ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ അതും എനിക്ക് അറിയുന്ന കാര്യം. ഇനി നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാലോ. ഇനി അടുത്ത് ഈ തന്നിട്ടുള്ള സാധനത്തിനകത്ത് ക്രോസ് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്രോസ് പ്രോഡക്റ്റിന്റെ കാര്യം കൂടെ എഴുതി വെക്കുവാണേ, അല്ലെങ്കിൽ വേണ്ട പറഞ്ഞു വരുമ്പോൾ എഴുതാം. ഓക്കെ, എ എന്ന് പറയുന്ന ആളെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. എനിക്ക് ബിയും സിയും അല്ലേ എനിക്ക് എലമെന്റ് ഓഫ് എന്ന് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുകയാണ്. ലെറ്റ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി എന്ന് ഞാൻ എടുത്തു. അത് ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി ആണ് എൻ്റെ മെയിൻ താരം. വിച്ച് ഇംപ്ലൈസ്, നോക്കിക്കേ, വിച്ച് ഇംപ്ലൈസ് ഇവിടെ എ ക്രോസ് ബി എലമെന്റ് എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്നുള്ള ഫോമിലായിരിക്കും. സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ആള് എയുടെ എലമെന്റ് ആയിരിക്കും, രണ്ടാമത് വന്ന ആള് ബിയുടെ എലമെന്റ് ആയിരിക്കും. ഇത് നമ്മുടെ ഫോമുലയാണ്, എ ക്രോസ് ബിയുടെ ഫോമുല. അപ്പൊ ആ ഫോമുല യൂസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ എഴുതി എ എന്ന് പറയുന്നത്, എനിക്ക് ഇവിടെ എയും ബിയും ആണ് ഞാൻ എടുത്തത്, എ ക്രോസ് ബി പറയാൻ വേണ്ടിയിട്ടാണ്. എയുടെ എലമെന്റ് സ്മോൾ എ എന്നും ബിയുടെ എലമെന്റ് ബി എന്നും എടുത്തു. ഈ രണ്ട് ലൈനും വന്നു. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ, ഇവിടുത്തെ എ കോമ ബി ആണ് ഓർഡേർഡ് പെയർ. ആരുടെ എലമെന്റ് ആയിരിക്കും? ബിലോങ്സ് ടു എ ക്രോസ് ബി. എ ക്രോസ് ബിയിലെ എലമെന്റ് അല്ലേ? ഈ ഡെഫിനിഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടോ, ബിലോങ്സ് ടു എ ക്രോസ് ബി. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ഗിവൺ ദാറ്റ് എ ക്രോസ് ബിയും എ ക്രോസ് സിയും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, സോറി, എ ക്രോസ് ബിക്ക് പകരം ഞാൻ ഇവിടെ എ ക്രോസ് സി കൊടുക്കുവാണേ. വിച്ച് ഇംപ്ലൈസ് എ ക്രോസ് ബി ബിലോങ്സ് ടു എ ക്രോസ് സി. അതിങ്ങനെ മാറ്റി കൊടുത്തേ, കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞു എ ക്രോസ് ബി ഈക്വൽ ടു എ ക്രോസ് സി ആണെന്ന്. അപ്പോൾ എ ക്രോസ് ബിക്ക് പകരം എനിക്ക് എ ക്രോസ് സി കൊടുത്തൂടെ? അപ്പം എ ക്രോസ് ബിയുടെ എലമെന്റ് ആണ് എക്സ് കോമ വൈ എങ്കിൽ അതിൽ എക്സ് ആദ്യം എയുടെ എലമെന്റ് ആണ്, വൈ എന്ന് പറയുന്നത് ബിയുടെ എലമെന്റ് ഡെഫിനിഷൻ അനുസരിച്ച്. അപ്പം എ ക്രോസ് സിയുടെ എലമെന്റ് ആണ് എ ബി എങ്കിൽ ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് എങ്ങനെ വരും കുഞ്ഞുങ്ങളെ? ഇതിനകത്ത് സെറ്റ് എ ബി എന്ന് പറയുന്നതിൽ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എയുടെ എലമെന്റ് തന്നെയാണ്. ബി എന്ന് പറയുന്ന ചേട്ടൻ ആരുടെ എലമെന്റ് ആയി മാറി? സിയുടെ എലമെന്റ് ആയി മാറി. തുടങ്ങിയത് എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്ത്? എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ എലമെന്റും ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയുടെ എലമെന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ നമുക്കിവിടെ ചെയ്ത് വന്നപ്പോൾ എന്ത് കിട്ടി? എ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ബി ക്യാപിറ്റൽ ബിയുടെ എലമെന്റ് ആയതുപോലെ ഇപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം ബി എന്ന് പറയുന്ന ആരുടെ എലമെന്റ് ആയി? സിയുടെ എലമെന്റ് ആയി. ഈ ലൈൻ കഴിയുമ്പോൾ നമുക്ക് പറയും മനസ്സിലായി എന്തുവാണ്? വിച്ച് ഇംപ്ലൈസ് ബി എന്ന് പറയുന്ന ചേട്ടൻ സിയിലെ എലമെന്റ് ആയി. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? ബി ക്യാപിറ്റൽ ബിയുടെ എലമെന്റും ആണ്, ബി സിയുടെ എലമെന്റും ആണ്. ദാറ്റ് ഇംപ്ലൈസ്, നോക്കിക്കേ, ഒരു എക്സ് എയുടെ എലമെന്റ് ആണ്, എക്സ് ബിയുടെ എലമെന്റ് ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി. ബി എന്ന് പറയുന്ന ക്യാപിറ്റൽ ബിയുടെ എലമെന്റ് ആണ്, ബി സിയുടെ എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ഇതാണ് പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇനി തിരിച്ചെന്ത് പ്രൂവ് ചെയ്യണം? സി സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രൂഫ് എടുക്കുന്നത് വ്യത്യാസമൊന്നുമില്ല. ലെറ്റ് തിരിച്ചു പറയുവാണേ. എ അതേപോലെ തന്നെ എടുത്തു, ക്യാപിറ്റൽ
എയിലെയും അടുത്ത എന്ത് എടുക്കുകയാണ് ഞാൻ ബി എന്ന് പറയുന്നത് സിയിലെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. അപ്പം ഈ ഡെഫിനിഷൻ ഒരാൾ എയുടെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ ആയില്ലേ, എക്സ് എയുടെ എലമെൻറ്റ് വൈ ബിയുടെ എലമെൻ്റ് ആണെങ്കിൽ എ ക്രോസ് ബി. ഇവിടെ എ ക്യാപിറ്റൽ എയുടെ ബി സിയുടെ എലമെൻ്റ് ആയത് കാരണം എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആരുടെ എലമെൻ്റ് ആണ്, എ ക്രോസ് സിയുടെ എലമെൻ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എ ക്രോസ് ബിയുടെ എലമെൻ്റായി മാറും. എന്തുകൊണ്ട് മാറുന്നേ, കാരണം എ ക്രോസ് ബിയും എ ക്രോസ് സിയും സെയിം ഈക്വൽ ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ എ ക്രോസ് സിക്ക് വരും എ ക്രോസ് ബി, കാരണം നമ്മളെ ഗിവൺ കണ്ടീഷനാണ്, മാറ്റി എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ എലമെൻ്റ് ആണെങ്കിൽ ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ ക്രോസ് ബി സച്ച് ദാറ്റ് എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എയുടെ എലമെൻ്റ് ആണ്, ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയുടെ എലമെൻ്റ് ആണ്. തുടങ്ങിയത് എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എയുടെ എലമെൻറ്റ്, കറക്റ്റ്. ബി എന്ന് പറയുന്ന സിയുടെ എലമെൻ്റ് ആണ്. ഇപ്പം എന്ത് കിട്ടി, ബി എന്ന് പറയുന്ന ക്യാപിറ്റൽ ബിയുടെ എലമെൻ്റ് ആണ്. അതായത് ബി സിയുടെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് എന്ത് കിട്ടി, ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയുടെ എലമെൻ്റ് ആണെന്ന്. ഈ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ സി എന്ന് പറയുന്ന ആള് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും ബൈ ഡെഫിനിഷൻ, അല്ലേ? ഡെഫിനിഷൻ ഓഫ് സബ്സെറ്റ്, രണ്ടാമത് നടക്കുന്ന ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട്. അപ്പം നമുക്കിപ്പോൾ കിട്ടി, ഹെൻസ് ആദ്യം നമുക്ക് കിട്ടി ബി സബ്സെറ്റ് ഓഫ് സി, ഇപ്പം നമുക്ക് കിട്ടി സി സബ്സെറ്റ് ഓഫ് ബി. ഈ രണ്ട് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഈക്വൽ സെറ്റിൻ്റെ ഈ ഫോർമുല പോലെ ആയില്ലേ, വിച്ച് ഇംപ്ലൈസ് വി ഇസ് ഈക്വൽ ടു സി. പ്രൂഫായി കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് അറിഞ്ഞൂടാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും എൻ്റെ കുഞ്ഞുങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഈ കയ്യിൽ ഈ ഫോർമുല ഉണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാലും നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഈസിയാണ്. അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ എഴുതി വെച്ചിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ അതിൽ 1-2 മാർക്ക് ഈസി ആയിട്ട് മേടിച്ചിട്ട് വരാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ക്വസ്റ്റ്യൻ കണ്ടു, അപ്പോൾ അത് എടുക്കാൻ. ഓക്കെ, നോക്കിയേ. ഷോ ദാറ്റ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ വെൻ എ ആൻഡ് ബി ആർ നോൺ എം ടി. ഈ ക്വസ്റ്റ്യൻ പോലെ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു, ഷോ ദാറ്റ്, നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാനാണേ. ഷോ ദാറ്റ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ വെൻ എ ആൻഡ് ബി ആർ നോൺ എം ടി അൺലെസ് എ ഈക്വൽ ടു ബി. ഇതെൻ്റെ കുഞ്ഞുങ്ങളും തനിയെ ചെയ്ത് നോക്കിയേ. അതായത് എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. അവർ പറയുന്നത് എ ഈക്വൽ ടു ബി ആകുമ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു, അല്ലാത്ത കേസിലെല്ലാം എ ഈക്വൽ ടു